കഴിഞ്ഞ ഒരു 10 കൊല്ലമെങ്കിലായിട്ടുള്ള ഏറ്റവും കൃത്യമായൊരു നിരീക്ഷണം എല്ലാവരും പറയുന്നത്, കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കൂട്ടത്തോടെ കേരളം വിടുന്നു. ഇപ്പൊ ചില ഇങ്ങനെ കയറ്റി വിടുന്ന പരസ്യ കമ്പനിയൊക്കെ പറയുന്ന 75,000 പേര് ഞങ്ങൾ കഴിഞ്ഞ വർഷം വിട്ടു എന്നാണ്. ഇവരാരും പോകുന്നത് ഗൾഫിലേക്കല്ല, ഇവരെല്ലാം പോകുന്നത് യൂറോപ്പിലേക്ക്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇവരവർ ജോലി അന്വേഷിച്ച് പോകുന്നു, പഠിക്കാൻ പോകും. പലരും പഠിക്കാനാണ് പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ പോയി പഠിച്ച് തൽക്കാലം എന്തെങ്കിലും ജോലി ഉണ്ടാക്കി അവിടെ മറ്റേ സിറ്റിസൺഷിപ്പ് വാങ്ങി, PR സിറ്റിസൺഷിപ്പ് വാങ്ങി, അങ്ങനെ അവിടെയും കൂടുക. ഈ പോകുന്ന ആരും ഒരിക്കലും തിരിച്ചു വരാമെന്ന് ഉദ്ദേശിച്ച് പോകുന്നവരല്ല. മനസ്സുകൊണ്ട് അവരങ്ങോട്ട് പോയവരാ. ഗൾഫിൽ പോയവരുടെ കാര്യം അങ്ങനെയല്ല, അവരുടെ വേറെ എപ്പോഴും ഇവിടെയാണ്. ഗൾഫിൽ പോയ മലയാളി രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും സാമൂഹ്യ വിഷയങ്ങളിലും ഇവിടെയുള്ള മലയാളികളെക്കാൾ എപ്പോഴും ഭയങ്കര വിജിലൻ്റ് ആയിരുന്നു. കാരണം ഇവിടെ ലക്ഷം വന്നാൽ അവിടെയാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം നടക്കുന്നത്. നൊസ്റ്റാൾജിക്കാണ്. പക്ഷെ ഇപ്പം പോകുന്ന കുട്ടികൾ ഒട്ടും തന്നെ നൊസ്റ്റാൾജിക് അല്ല. ഈ ഗൾഫുകാരന്റെ മക്കൾ ഇപ്പൊ മലബാറിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ ഗൾഫുകാരന്റെ മക്കൾ അവർ അമേരിക്കയൊക്കെ പോണേ. ഗൾഫുകാരന്റെ മക്കള്, കൃഷിക്കാരന്റെ മക്കള്, മറ്റേ മത്സ്യത്തൊഴിലാളിയുടെ മക്കള് എല്ലാവരും പോവാണ്, അമേരിക്കയ്ക്ക് പോവാണ്. എക്സെപ്റ്റ് ദളിത് വിഭാഗം, അത് വേറെ പഠിക്കേണ്ട വിഷയം. ഏറ്റവും കൂടുതൽ പോകുന്നു യൂറോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? മുമ്പ് അവർ സമ്പാദിച്ച, അത് കൃഷിയിലൂടെ ആവാം, ഗൾഫിലൂടെ ആവാം, ഈ സമ്പത്ത് മുഴുവൻ വിൽക്കുകയാണ്. അല്ലെങ്കിൽ പ്ലഡ്ജ് ലോൺ എടുക്കും. എന്നിട്ട് ഇവിടുത്തെ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ലക്ഷക്കണക്കിന് രൂപ, 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. മിനിമം ഇവൻ്റെ ഇന്ന് 5 പൈസ തിരിച്ചു വരില്ല. ഉറപ്പാണല്ലേ? വരില്ല. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ, അവിടെ കിട്ടുന്ന ശമ്പളം അവിടെ ജീവിക്കാൻ മതിയാവില്ല. ഒക്കെ എല്ലാവരും ആദ്യം ചെറിയ ചെറിയ പണിയൊക്കെ എടുത്തിട്ട്, എനിക്ക് കുട്ടികളൊക്കെ അറിയാം, എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാനാണ്. കാരണം വലിയ ഫൈറ്റാണ് അവിടെ, വലിയ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് പല സ്ഥലത്തും. എന്നിട്ട് പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ പോയി ട്രക്ക് ഡ്രൈവറായിട്ട് പോകുന്നു, മക്ഡൊണാൾഡ്സിൽ വിൽക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എല്ലാം നഷ്ടപ്പെടുത്തി അങ്ങോട്ട് പോവുകയും അവിടുത്തെ ഒരു പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ കുറേ സേഫ്റ്റിയായി എന്ന ഉറപ്പിൽ അങ്ങോട്ട് പോകുന്നു. അവർക്ക് ആർക്കും ഇങ്ങോട്ട് പണം അയക്കാൻ പറ്റില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതവരെ കുറ്റമല്ല. ഈ അച്ഛനമ്മമാർക്കും അറിയാതെ. ഒന്ന് അതിൻ്റെ സാമൂഹ്യ വിഷയം വേറെ, അതിൻ്റെ സാമ്പത്തിക വിഷയത്തിലേക്ക് മാത്രം നമ്മൾ നിന്നാൽ ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും ഇടങ്ങളിൽ വൃദ്ധസദനങ്ങളല്ലേ വീടുകളൊക്കെ? അതെ, എല്ലാ വീടുകളും വൃദ്ധസദനങ്ങളാണ്. ഇപ്പൊ ഗൾഫിൽ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ആ ഒരു അനാഥത്വം തോന്നിയിട്ടില്ല അച്ഛനമ്മമാർക്ക്. കാരണം അവർ നിരന്തരമായി പൈസ അയക്കുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. ഇപ്പൊ നമുക്ക് എല്ലാ സാധനവും ഉണ്ട്, വീഡിയോ കോൾ ഉണ്ട്, വാട്സപ്പ് കോൾ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ ദൂരെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.